ഹലോ, ഒരിക്കൽ കൂടി ഗ്രേസി ഫാമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗംഗാബോണ്ട തെങ്ങിനെ കുറിച്ചാണ്. ഞങ്ങൾ ഈ തെങ്ങ് നട്ടിട്ട് ഏകദേശം 4 വർഷത്തോളമായി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഇവിടെ കുരങ്ങൻ്റെ ഒത്തിരി ശല്യമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ വല പൂർണ്ണമായിട്ട് ഇട്ടിരിക്കുന്നത്. ഇത് ഒന്നാമത് ഈ തേങ്ങ ഇടാനൊക്കെ ബുദ്ധിമുട്ടായ ഒരു കാലഘട്ടമല്ലേ. കിച്ചൻ്റെ അടുത്താണ് ഈ തെങ്ങ് നിൽക്കുന്നത്. കിച്ചൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് കിച്ചണിൽ തന്നെ വന്ന് ഓരോന്ന് പറിക്കുക, കൊണ്ടുപോവുക, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. ഇതാണ് ഈ ഗംഗാബോണ്ട തെങ്ങിൻ്റെ ഒരു ഉദ്ദേശം. അതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലുപൊടി, ചാണകം, വേപ്പും പിണ്ണാക്ക് ഈ 3ഉം കൂടെ മിക്സ് ചെയ്താണ് ഇതിനകത്ത് ഈ വളം പ്രയോഗം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിയപ്പം തന്നെ അവർ 4 വർഷം കായ്ക്കുമെന്ന് തന്നെ പറഞ്ഞു. ശരിക്കും അത് 4 വർഷം കൊണ്ട് തെങ്ങ് പൂർണ്ണമായിട്ട് ഞങ്ങൾക്കത് കാച്ചു. അതിൻ്റെ ഫലം ഞങ്ങളത് കണ്ടു. ഇപ്പം നമ്മൾ വീട് പണിയുമ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിൻ്റെ പരിസരത്ത് ഒരു 2-3 തെങ്ങെങ്കിലും ഗംഗാബോണ്ട തെങ്ങോ കുള്ളൻ തെങ്ങോ നമ്മൾ വച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ എളുപ്പമായിരിക്കും. തെങ്ങിൻ്റെ ഒരു വളരെ നല്ല ഗുണം എന്നാന്ന് പറഞ്ഞാൽ, തേങ്ങയുടെ വില നമുക്കിപ്പോഴേ അറിയാം. നമ്മുടെ നാട്ടിൽ തന്നെ തെങ്ങ് കേട് വന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകളിൽ 2-3 തെങ്ങെങ്കിലും നമ്മളത് വയ്ക്കാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും നമ്മളത് ശ്രമിക്കണം. പിന്നെ അതിൻ്റെ കേട്, അതിൻ്റെ കരിച്ച ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളതിനെ സൂക്ഷിക്കണം. ഈ ഒത്തിരി കുരങ്ങനുള്ളത് കൊണ്ടാണ് നമ്മളത് ഫുള്ള് വലയിട്ട് ഇതിനെ കവർ ചെയ്ത് വിട്ടിരിക്കുന്നത്. പെട്ടെന്നൊരു അത്യാവശ്യം വന്നൊരു കരുക്കാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മളത് പറിച്ച് നമ്മൾ കരുക്കെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല കാര്യമാണ് ഈ ഗംഗാബോണ്ട തെങ്ങ്. അപ്പം നമ്മുടെ പറമ്പുകളിൽ നമ്മളത് വയ്ക്കാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. തീർച്ചയായിട്ടും നമ്മളത് വയ്ക്കണം. ഒത്തിരി ഗുണങ്ങളുള്ളതാണ് അതിൻ്റെ ഔഷധം, അതിൻ്റെ വെള്ളവും അതിൻ്റെ കരിക്കും എന്ന് പറഞ്ഞാലും നമുക്ക് നല്ലതാണ്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തേങ്ങ 2-3 തെങ്ങാണെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മൾ വീട്ടാവശ്യത്തിനുള്ള തേങ്ങ മുഴുവനും കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്.